കുറച്ച് വിഷു സ്പെഷ്യൽ ഐറ്റംസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് സാരിയിൽ വന്നിരിക്കുന്ന കുറച്ച് കളക്ഷൻസ്, സെറ്റ് സാരിയുടെ കളക്ഷൻസിൻ്റെ കൂടെ തന്നെ നല്ല ബനാറസി സ്റ്റൈലിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസിൻ്റെ പീസും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബ്ലൗസ് നമുക്ക് 1 മീറ്റർ വെച്ച്, അങ്ങനെ 1 മീറ്ററോ നിങ്ങളുടെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വെച്ച് നമുക്ക് കട്ട് ചെയ്ത് ബ്ലൗസ് പീസ് സെപ്പറേറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഇതേപോലെ മെറൂണിലാട്ടോ. ഇത് നമ്മുടെ ടിഷ്യൂവിൽ വന്നിരിക്കുന്ന സെറ്റ് സാരിയാണ്, ചെക്ക് പാറ്റേണിൽ വന്നിരിക്കുന്ന സെറ്റ് സാരി. ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ ചെക്ക് വന്നിട്ട് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. ഉണ്ടോ, 2 ബോർഡേഴ്സും ഇതുപോലെ ചെക്കിൽ വരും. 990 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ബ്ലൗസ് പീസായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. ഈ മെറൂണിൽ ഇതിൻ്റെ പാറ്റേൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത്. 290 ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആക്ച്വലി വിത്ത് ബ്ലൗസ് ഉണ്ട്. സെറ്റ് സാരിയിലെല്ലാം വിത്ത് ബ്ലൗസ് വരും. സെയിം തന്നെ ഈ ചെക്ക് പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടെ റിച്ച് ആയിട്ടുള്ളൊരു ബ്ലൗസ് ഇടണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ മാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത സാരി വരുന്നത് ഇത് നമുക്ക് അതേപോലെ തന്നെ ചെക്ക് പാറ്റേൺ ആണ്. ഇതിൻ്റെ കുറച്ചുകൂടെ സ്മോളർ ചെക്കിലേക്ക് വരുന്നത് ഇതേപോലെയാണ് വരുന്നത്. ഇതിനും നമുക്ക് ഇങ്ങനെ ഈ ബ്ലൗസ് മാച്ച് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 990. ഇത് മുന്താണി വരും, 2 ബോർഡേഴ്സും ഇതേപോലെ. സെറ്റ് സാരി പിന്നെ അറിയാലോ, ഒത്തിരി നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അടുത്തത് വരുന്നത് ഇത് സ്ട്രൈപ്സ് പാറ്റേൺ ആണ് ഓൾ ഓവർ ദ ബോഡി. ഇതെല്ലാം ടിഷ്യൂയിൽ വന്നിരിക്കുന്ന സാരീസാണ് കേട്ടോ. ഇതേപോലെ 2 ബോർഡേഴ്സും വരും. എന്നിട്ട് അതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതാണ് മുന്താണി വരുന്ന മെറൂൺ. ഇതും 990 ആണ്. ഇതിന് നമുക്ക് ഈ ഒരു ബ്ലൗസ് ഇങ്ങനെ പെയർ ചെയ്യാം. അടുത്തത് വരുന്നത് ചെക്ക് പാറ്റേണിൻ്റെ തന്നെ. ആദ്യം വന്ന ചെക്ക് പാറ്റേൺ അല്പം ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ബോഡിയിൽ ആ ചെക്കിൻ്റെ കളറിന് മാത്രം അല്പം ഡിഫറൻസ് ഉണ്ടാവുമെന്ന് കാണിച്ചിട്ട്. ആദ്യത്തെ ചെക്ക് പാറ്റേൺ അത് കണ്ടോ, ഇത് കണ്ടോ. ആദ്യം കാണിച്ചത് ഇതായിരുന്നു. ഇതിൻ്റെ ബോഡിയിലെ കളർ ഇവിടെ വരുമ്പോൾ ഒരു കണ്ടോ, ഈ ഒരു അല്പം ഡിഫറൻസ് ഉണ്ട്, അല്പം ഡാർക്ക് ആൻഡ് ലൈറ്റ്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 990 തന്നെയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് ഇതിൻ്റെ ബോഡിയിലേക്ക് വരുമ്പോൾ താങ്ക് യു. അടുത്തത് വരുമ്പോൾ ഇത് കോട്ടണിലാണ്. കോട്ടണിൽ ഇങ്ങനെ ടിഷ്യൂവിൻ്റെ 2 അല്പം നല്ല വീതി കൂടിയ നല്ലൊരു ബോർഡേഴ്സ് വന്നിട്ട് ഇതേപോലെ ത്രെഡ് വൂവൺ ഡിസൈനാണ് ബോഡി വന്നിരിക്കുന്നത് ബോർഡറിൽ. അതേപോലെ തന്നെ നമുക്ക് ബോഡിയിലും ഇതേപോലെ ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ത്രെഡ് വൂവൺ ഡിസൈൻ. മുന്താണി വരുമ്പോൾ ഇതാണ് മുന്താണി വരുന്നത്. ഇതാണ് മുന്താണി വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1390. അപ്പം ഇതിന് നമുക്ക് ഈ ഒരു മെറൂണിൽ തന്നെ വന്നിരിക്കുന്ന ഈ ഒരു ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാം. അടുത്തത് വരുന്നത് നമുക്ക് ഇതേപോലെ ഒരു എംബ്രോയിഡറി പാറ്റേൺ. ഇതെല്ലാം ഇതും ടിഷ്യൂലാണ് സാരി വന്നിരിക്കുന്നത്. ബോർഡർ 1 സൈഡ് ബോർഡർ ഇതേപോലെ എംബ്രോയിഡറി ചെയ്ത് വന്നിരിക്കുന്ന ബോർഡർ. ഇതിൻ്റെ റേറ്റ് വരുന്ന 1690. ഇതേപോലെ എംബ്രോയിഡറി ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതേപോലെ ആട്ടോ മുന്താണി വന്നിരിക്കുന്നത്. ഇതാണ് മുന്താണി. 1 സൈഡിലാണ് അങ്ങനെ ആ ഒരു എംബ്രോയിഡറി. അതിനും നമുക്ക് ഈ ഒരു ബ്ലൗസ് വേണമെങ്കിൽ പെയർ ചെയ്യാം. അപ്പം ഇത് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ മാത്രമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സാരി മാത്രമാണെങ്കിൽ അങ്ങനെയും നമുക്ക് എടുക്കാം കേട്ടോ. പെയർ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അടുത്തത് വരുന്നത് ഇതേപോലെ. ഇതും ടിഷ്യൂലാണ് വന്നിരിക്കുന്ന. ബോർഡേഴ്സിൽ ഇതേപോലെ ഒരു ടെമ്പിൾ ഡിസൈൻ വരും. ഇതേപോലെ ഇത് കണ്ടോ, ബോർഡേഴ്സിൽ ഇങ്ങനെ മെറൂൺ ഷെയ്ഡിലുള്ള ടെമ്പിൾ ഡിസൈൻ വരും. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതേപോലെയാണ്. നല്ല റിച്ച് ആയിട്ടുള്ളൊരു മുന്താണി. അതിനകത്തും നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് 1250. കണ്ടോ, ഇതിന് നമുക്ക് ഈ ഒരു ബ്ലൗസ് ഇട്ട് പെയർ ചെയ്താൽ നല്ല ഭംഗിയാട്ടോ. ഇതൊക്കെ ഈ ബ്ലൗസ് നല്ല റിച്ച് ലുക്കാണ്. അടുത്തത് വരുന്നത് നമുക്ക് കോട്ടണിൽ ജസ്റ്റ് മറൂൺ ഇങ്ങനെ ഒരു സിൽവറിൻ്റെ ഒരു കരയും കൂടെ കൂടിയിട്ടുള്ള കോട്ടണിൽ വന്നിരിക്കുന്ന. ഇതിൻ്റെ റേറ്റ് വരുന്നത് 890. ഇങ്ങനെ നമുക്ക് ഇത് വെച്ച് പെയർ ചെയ്യാം. വരുന്നത് ടിഷ്യൂവിൽ തന്നെ വരുന്ന സാരിയാണ്. ഇതിനകത്ത് ബോട്ടിൽ ഗ്രീനാണ് നമുക്ക് ബോർഡറും മുന്താണിയും വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ ആട്ടോ. അപ്പോൾ ഇതിന് പെയർ ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലെ ഈ ഗ്രീനിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് ഉണ്ടോ. ഇങ്ങനെ ഈ ഗ്രീനിൽ വന്നിരിക്കുന്ന ബ്ലൗസ് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം. അല്ല, ഇതിനകത്തെല്ലാം വിത്ത് ബ്ലൗസ് ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ബ്ലൗസ് ഇട്ടാൽ മതി എന്നുള്ളവർക്ക് അത് മതി. അല്ല, കുറച്ചുകൂടെ റിച്ച് ആയിട്ടൊരു ബ്ലൗസ് പെയർ ചെയ്യണം എന്നുള്ളവർക്ക് ഇതിൻ്റെ എടുത്താൽ മതി.
അടുത്തത് വരുന്നതും അടുത്ത വരുന്നത് നമുക്ക് വിഷു സ്പെഷ്യലൊക്കെ ആയിട്ട് നമ്മുടെ നല്ല സോഫ്റ്റ് ടിഷ്യൂല് വന്നിരിക്കുന്ന സാരിയാണ്. ഇതേപോലെ എന്താ കൊന്നപ്പൂവ്, പൂവിൻ്റെ പേര് കണിക്കൊന്ന പൂവ്. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. ഇതേപോലെ 2 ബോർഡറിലും ഇത് അല്ല 2 ബോർഡറിലല്ല, ഒരു ബോർഡറിലല്ലേ ഇങ്ങനെ വരും. ലോവർ ബോർഡറിലും ബോഡിയിലും ഇതേപോലെ ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ ഈ ഒരു ഡിസൈൻ വരും. കണ്ടോ, ഈ ബോഡിയിലും ഇങ്ങനെ ഈ ഒരു ഡിസൈൻ വരും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1480. ഇതിനകത്തും നമുക്ക് വേണമെങ്കിൽ ഇത് പെയർ ചെയ്യാം, ഈ ഗ്രീൻ പെയർ ചെയ്യാം. ഇതിൻ്റെയൊക്കെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഈ സെയിം ഇതിൽ വരുന്ന പ്ലെയിൻ ബ്ലൗസ്, ടിഷ്യൂവിൻ്റെ പ്ലെയിൻ ബ്ലൗസ് സെയിം കളർ ഇതിനകത്തുണ്ട്. അടുത്തത് വരുന്നത് നമുക്ക് ഇതേപോലെ ഇതെല്ലാം ടിഷ്യൂവിൽ വന്നിരിക്കുന്ന സാരീസാട്ടോ. ഒരു പീകോക്ക് ഡിസൈനിൽ വന്നിരിക്കുന്ന സാരി. ഉണ്ടോ, പീകോക്കിൻ്റെ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്ന സാരി. ഇതിന് വേണമെങ്കിൽ ഇപ്പം മെറൂൺ ഇടണമെങ്കിൽ മെറൂൺ ഇടാം, ഗ്രീൻ ഇടണമെങ്കിൽ ഗ്രീൻ ഇടാം. ഇങ്ങനെ വരും. അടുത്തത് വരുന്നത് ഇതാണ് എംബ്രോയ്ഡറി വർക്കിൻ്റെ സാരി. ടിഷ്യൂവിൽ തന്നെ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കിൻ്റെ സാരി. ഇതേപോലെ ഗ്രീനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ഗ്രീൻ ബ്ലൗസ് വെയർ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അടുത്തത് വരുന്നത് ചെക്ക്. ഇതും ടിഷ്യൂവിൽ തന്നെ. ഇത് 990. ഓൾ ഓവർ ദ ബോഡി ചെക്ക്. മുന്താണി ഇങ്ങനെ വരും. എന്നിട്ട് ബ്ലൗസ് നമുക്ക് ഇങ്ങനെ വെയർ ചെയ്യാം. അടുത്തത് വരുന്നത് ഇതും ടിഷ്യൂവിൽ തന്നെ വന്നിരിക്കുന്ന ചെക്ക്, കുറച്ചുകൂടെ വലിയ ചെക്ക്. 990. ഗ്രീൻ. ഇതാണ് ബ്ലൗസ്. അടുത്തത് വരുന്നത് ഇതൊരു സിൽവർ അല്ല, ചെറിയൊരു റോസ് ഗോൾഡ് ടിഷ്യൂവിലേക്ക് വരുന്ന സാരി. ബോഡി പ്ലെയിൻ, 2 ബോർഡറിലും ഇങ്ങനെ വരും. മുന്താണിയിലും ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് ബ്ലൗസ് വേണമെങ്കിൽ ഇങ്ങനെ പെയർ ചെയ്യാം. അടുത്തത് വരുന്നത് കോട്ടണിൽ ബോട്ടിൽ ഗ്രീൻ കാര. മുന്താണി ഇങ്ങനെ വരും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 680. ഇതാണ് ബ്ലൗസ് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. അടുത്തത് വരുന്നത് നമുക്ക് ഒരു ലോട്ടസ് ഫ്ലവറിൻ്റെ ഒരു സ്റ്റിക്കർ പ്രിൻ്റ് വന്നിരിക്കുന്ന സാരി. ഇത് കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ലോട്ടസിൻ്റെ പ്രിൻ്റാണ് സാരിയിൽ വന്നിരിക്കുന്നത്. ഇതേപോലെ ഓൾ ഓവർ ദ ബോഡിയിലും മുന്താണിയിലും ഈ ഒരു പ്രിൻറ്റും, അതിൻ്റെ ബോർഡറിൽ ഓൾ ഓവർ ദ ബോഡി അല്ല കേട്ടോ, ബോർഡറിലും മുന്താണിയിലും ഈ ഒരു പ്രിൻ്റ് ഇങ്ങനെ വരും. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു പിങ്ക് കളറ് ബ്ലൗസ്. അടുത്തതും ലോട്ടസിൻ്റെ തന്നെ. ഇതിൻ്റെ സാരിയുടെ റേറ്റ് വരുന്നത് 1050. അടുത്തത് വരുന്നത് നമുക്ക് ഇതൊരു വൈൻ പർപ്പിൾ ഷെയ്ഡ്. നമുക്ക് വരുന്നത് ഇത് ടിഷ്യൂവിൽ വന്നിരിക്കുന്ന സാരി. ഇത് ഒരു പുളിയലക്കര ആണ് ഇതിൻ്റെ മുന്താണിയിൽ വന്നിരിക്കുന്നത്. ബോഡിയിലേക്ക് വരുമ്പോൾ 2 കര മാത്രമേ ഉള്ളൂ. മുന്താണിയിലാണ് ഈ ഒരു പുളിയലക്കരയുടെ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെയാണ് ബ്ലൗസ്. വേണമെങ്കിൽ നമുക്ക് ഈ കളർ വെയർ ചെയ്യാം. 150 ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത്. ഇങ്ങനെ. അടുത്തത് വരുന്നത് ഇതും നമുക്ക് ടിഷ്യൂവിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേൺ ആണ്. അതിനകത്ത് ഇങ്ങനെ ബ്ലോക്ക് പ്രിൻ്റ്, ഒരു ലാവൻഡർ ആൻഡ് ഒരു റെഡിഷ് മെറൂൺ ടോണിൽ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്ന സാരി. 1370. ഇതിന് നമുക്ക് ബനാറസ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ഈ ബ്ലൗസ് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പെയർ ചെയ്യാം. അടുത്തത് വരുന്നത് നമുക്ക് നല്ല കോഫി ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുന്ന സാരി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 990. സ്ട്രൈപ്സ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇതേപോലെ സ്ട്രൈപ്സ് പാറ്റേൺ വന്നിട്ട് ബോർഡറിൽ ഇങ്ങനെ കോഫി ബ്രൗൺ ഷെയ്ഡ്. അതിന് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ 150 റേഞ്ചിൽ വന്നിരിക്കുന്ന ഈ കോഫി ബ്രൗൺ ബ്ലൗസ്. അതിൻ്റെ ഒരു കോഫി ബ്രൗൺ വേറെ ഉണ്ടോ? അല്ല പുളിയിലക്കരയുടെ ഉണ്ടോ? ഇല്ല അല്ലേ. അടുത്തത് വരുന്നത് ഇതേപോലെ പിങ്ക്
ഇതേ പിങ്കിൽ ഇതൊരു പുളിയിലക്കരയുടെ ഒരു പാറ്റേൺ ആട്ടോ. അതായത് മുന്താണിയിൽ ഈ ഒരു പാറ്റേൺ, ബോഡിയിൽ ഇങ്ങനെ ഇതേപോലെ ടിഷ്യൂ, എന്നിട്ട് അതിനകത്ത് ഇതേ നമുക്ക് ഇതേപോലെ ആ ഒരു നല്ല ഭംഗിയുള്ളൊരു കളറാട്ടോ. 150 ആണ് ബ്ലൗസ്. അടുത്തത് വരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡ്. ഓറഞ്ച് ഷെയ്ഡിൽ ഇതേ ഇതിൻ്റെ സാരി വരുമ്പോൾ ഇങ്ങനെ മുന്താണി ഇങ്ങനെ വരും, ബോഡി ഫുൾ സ്ട്രൈപ്സ് പാറ്റേൺ ആണ്. ഇതും ടിഷ്യൂവിൽ തന്നെ വന്നിരിക്കുന്ന സാരിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1390. ഇതേപോലെ ഫുൾ ബോഡി ഇതേപോലെ ടിഷ്യൂവിൽ സ്ട്രൈപ്സ്, മുന്താണിയിൽ ഇതേപോലെ ഓറഞ്ച് ഷെയ്ഡ്. ഇതിന് ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഓറഞ്ച് ഇതിന് അത്ര സ്യൂട്ടല്ല കേട്ടോ. ഇച്ചിരി കൂടെ ഡാർക്ക് ഓറഞ്ചാണ്. ഇത് സാരി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതേപോലെ ഒരു പുളിയിലക്കരയുടെ ഡിസൈൻ. ഇതൊരു ബേൺഡ് ഓറഞ്ച് ടോണിലേക്ക് വരുന്ന പുളിയിലക്കരയാട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 850. ബോഡി പ്ലെയിൻ ആണ്, മുന്താണിയിൽ മാത്രമാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഡിസൈനല്ല, ഈ ഒരു കര വരുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് ഒരു നല്ലൊരു ഗ്രീൻ. അതിൻ്റെ ആദ്യം ഇത് ഗ്രീൻ, ഇത് കണ്ടോ. ഇത് ബോഡി ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ ഒരു ചെക്ക് ഡിസൈനാണ്, ടിഷ്യൂവിൽ വന്നിരിക്കുന്നതാണ്. ഒരു ചെക്ക് പാറ്റേൺ ഇത് കണ്ടോ. ഇതേപോലെ ചെക്ക് പാറ്റേണിൽ നമുക്ക് ബ്ലൗസ് വരുന്നത് ഇതിനകത്തൊക്കെ വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഗ്രീൻ കണ്ടോ. അതിന് നമുക്ക് ഇതേപോലെ ഈ ഒരു ബ്ലൗസ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം. ഇതിൻ്റെ സാരിയുടെ റേറ്റ് വരുന്നത് സാരിയുടെ റേറ്റ് വരുന്നത് 1480. ടിഷ്യൂവിൽ തന്നെ വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ അടുത്തത് വരുന്നത് ഇതേപോലെ ഒരു എംബ്രോയിഡറി വർക്ക്. ഇതും ടിഷ്യൂവിലാണ് ഒരു എംബ്രോയിഡറി വർക്ക്. മുന്താണിയിൽ ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക്. ഇതിൻ്റെ ബോഡിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഈ എംബ്രോയിഡറി വർക്ക് ബോഡിയിലും വന്നിട്ടുണ്ട്, ബോർഡറിലും വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഈ ഒരു ഗ്രീനിഷ് ടോൺ നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം. ഇത് കണ്ടോ, മുന്താണിയിലെ ഗ്രീനും ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാം. അതിൻ്റെ തന്നെ അടുത്ത എംബ്രോയിഡറിയാണ് ഇത് വരുന്നത്. എംബ്രോയിഡറിയുടെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1650. ഇങ്ങനെ മുന്താണിയിലെ എംബ്രോയിഡറി, ബോർഡറിലും ബോഡിയിലും എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇതും പെയർ ചെയ്യാം. ഇതിന് വേണമെങ്കിൽ മെറൂണും ചെയ്യാൻ തോന്നുന്നു അല്ലേ. മെറൂൺ ഷെയ്ഡും ഇതിന് ചേരും കേട്ടോ, ആദ്യത്തെ മെറൂൺ. അടുത്തത് വരുന്നതും തിരിച്ച് മുന്താണി അങ്ങോട്ട് വരുന്ന പിങ്കും ഗ്രീനും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ. അതിന് വേണമെങ്കിൽ ആ പിങ്ക് ഇതിനകത്ത് പിങ്കും ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഗ്രീൻ വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ ചെയ്യാം, അല്ലാതെ ഈ കളർ വേണമെങ്കിൽ ഈ കളറും ചെയ്യാം കേട്ടോ. അടുത്തത് വരുന്നത് നേവി ബ്ലൂ. നേവി ബ്ലൂവിൽ അത് ഇതേപോലെ എംബ്രോയിഡറി വർക്കിൻ്റെ സാരിയാണ് ഞാൻ ആദ്യം കാണിച്ചില്ലേ, ആ എംബ്രോയിഡറി വർക്കിൻ്റെ സാരി നേവി ബ്ലൂ. അതിന് ഇതേപോലെ നേവി ബ്ലൂ ബ്ലൗസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പെയർ ചെയ്യാം. അടുത്തത് നമുക്ക് ഇതൊരു ഡാർക്ക് മെറൂണിലേക്ക് വരുന്നത്. ഇതിൻ്റെ ഡിസൈൻ ഡിഫറെൻ്റ് ആണ്. ആദ്യം കാണിച്ചാലും ഡാർക്ക് ഒരു മെറൂൺ ഷെയ്ഡ്. ഈ ഒരു ഷെയ്ഡിലേക്ക് നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് വെയർ. ഇത് ടിഷ്യൂലാണ് ഈ സാരി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും നല്ല ബനാറസ് വീവ് പാറ്റേൺ ആയതുകൊണ്ട് നല്ല റിച്ചായിട്ട് നിൽക്കും. അടുത്തത് വരുന്നത് ഒരു പിങ്കിൻ്റെ ഒരു ടോൺ. ഇത് കണ്ടോ, ഇത് നമ്മുടെ പുളിയിലക്കരയുടെ മുന്താണിയിൽ മാത്രമേ ഉള്ളൂ ആ പുളിയിലക്കരയുടെ പാറ്റേൺ. അതിന് നമുക്കിങ്ങനെ ഈ ഒരു കണ്ടോ നല്ലൊരു പിങ്കിൻ്റെ ഒരു ബ്ലൗസ്. ഇപ്പോൾ ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ കൂടെയുള്ള ബ്ലൗസിന് മാത്രമല്ല, ഇനി ചുരിദാറിൻ്റെ ടോപ്പായിട്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിലും ഇത് എടുക്കാം കേട്ടോ. പല ഒക്കേഷൻ പല പാറ്റേണായിട്ട് ഇത് തയ്ക്കാം. ഇതിന് ബ്ലൗസിന് മാത്രമല്ല നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അടുത്ത് വരുന്ന ബ്ലാക്കിനകത്ത് പുളിയിലക്കരയുടെ പാറ്റേൺ ഇങ്ങനെ ടിഷ്യൂല് വന്നിരിക്കുന്ന കേട്ടോ. ഇങ്ങനെ ചെയ്യാം.
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സെറ്റ് സാരിയും ഈ ബനാറസ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ബ്ലൗസിൻ്റെയും കൂടെ കളക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്ലൗസ് നമുക്ക് ഇതിന് ബ്ലൗസായിട്ട് എടുക്കാം, അല്ല നമുക്ക് സ്കേർട്ടായിട്ട് തയ്ക്കണമെങ്കിലോ അല്ല നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പായിട്ട് തയ്ക്കണമെങ്കിലോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ മെറ്റീരിയൽ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്